ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. തംബ്നെയിലിൽ കണ്ടതുപോലെ സെൻറ്റർ സ്റ്റാൻഡ് എങ്ങനെ ഇടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഇടുന്നത് പഠിക്കാൻ ഒരാളും കൂടി വന്നിട്ടുണ്ട്. ലേഡീസിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടാസ്ക്കാണ് സെൻറ്റർ സ്റ്റാൻഡ് ഇടുക എന്നുള്ളത്. ആക്ച്വലി എന്നെക്കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും എന്തായാലും പറ്റും. അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹാൻഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കണം. ഹാൻഡിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ വേണ്ടി. കാരണം ഇങ്ങനെ വളഞ്ഞിരുന്ന് നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഹാൻഡിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. സെൻറ്റർ സ്റ്റാൻഡ് ഇടുന്നവർ സൈഡ് സ്റ്റാൻഡിനും യൂസ് ചെയ്യാം. കാരണം സെൻറ്റർ സ്റ്റാൻഡ് ഇടുന്ന ടൈമിൽ ഹാൻഡിൽ നമുക്ക് വണ്ടി ഇങ്ങോട്ടോ അങ്ങോട്ടോ വളയാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് സൈഡ് സ്റ്റാൻഡ് ഇടാം. നമ്മുടെ ഈ സൈഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലിവർ മാത്രമേ സൈഡ് സ്റ്റാൻഡിനുള്ളൂ. പക്ഷേ സെൻറ്റർ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ 2 ലിവറുണ്ട്. അതായത് റൈറ്റ് സൈഡിലൊന്നും ലെഫ്റ്റ് സൈഡിലൊന്നും. സെൻറ്റർ സ്റ്റാൻഡിലെ ലിവർ താഴെ കുത്തുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 2 ലിവർ 2 സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ലിവർ ഇതുപോലെ തറയിൽ കുത്തി തന്നെ നിൽക്കണം. എന്നാലേ സെൻറ്റർ സ്റ്റാൻഡ് നമുക്ക് വലിച്ചിടാൻ പറ്റത്തുള്ളൂ. സെൻറ്റർ സ്റ്റാൻഡ് ഇടുമ്പോൾ ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്യരുത്. ഇങ്ങനെ വെച്ചാലൊക്കെ വണ്ടി മറിഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ പറ്റത്തില്ല. നമ്മൾ റൈറ്റ് ലെഗാണ് യൂസ് ചെയ്യേണ്ടത്. റൈറ്റ് ലെഗ് ഈ പൊസിഷനിൽ തന്നെ വയ്ക്കണം. ഈ പൊസിഷനിൽ വെച്ച് ഞാനിപ്പോൾ ചവിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിലോട്ട് അതിൻ്റെ ഫ്രിക്ഷൻ ബാക്കിലോട്ട് പോകുന്നുണ്ട്. ലിവറും താഴെ ഇതുപോലെ ടച്ച് ചെയ്യണം. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കാൻ പാടില്ല. എനിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് വണ്ടിയുടെ പൊസിഷൻ നിൽക്കേണ്ടത്. വണ്ടി ഇടത്തെ കൈ ലെഫ്റ്റ് ഹാൻഡിൽ വയ്ക്കണം. എന്നിട്ട് ഇപ്പോൾ സാധാരണ സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ വേണ്ടി ഇവിടെ പിടിച്ച് സെൻറ്റർ സ്റ്റാൻഡ് ഇടുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാൾ ഈസിയാണ് ഇവിടെ പിടിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫ്രിക്ഷൻ നമ്മൾ ഇതിവിടെ ചവിട്ടുന്ന സമയത്ത് വണ്ടി തന്നെ ബാക്കിലോട്ട് മൂവ് ആവും. ആ സമയം ഇവിടെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റർ സ്റ്റാൻഡ് വീഴും. അതിന് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സൈഡ് സ്റ്റാൻഡ് ഇടാൻ പറയുന്നത്. കാരണം നമ്മൾ വണ്ടി അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് മറിയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് വെച്ച് ഇതങ്ങ് നിൽക്കും. ഇപ്പോൾ ഇത് സെൻറ്റർ സ്റ്റാൻഡിൽ കിടക്കുവാണ്. ഇനി ഇത് സെൻറ്റർ സ്റ്റാൻഡ് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് എടുക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ സീറ്റിലിരിക്കുന്ന പോലെ കയറി ഇരുന്നിട്ട് ഹാൻഡിൽ പിടിച്ച് ഫ്രണ്ടിലോട്ടൊന്ന് ഇങ്ങനെ സെൻറ്റർ സ്റ്റാൻഡ് എടുക്കാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ബാക്കിൽ ഈ പൊസിഷൻ ഇവിടെയാണ് റൈറ്റ് ഹാൻഡ് വയ്ക്കേണ്ടത്. നമ്മൾ നേരത്തെ സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്തത്. അതാണ് ഏറ്റവും ഈസി മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇനി ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഇവിടെയും പിടിച്ച് റൈറ്റ് ഹാൻഡ് ബാക്കിലത്തെ ഹാൻഡിൽ ബാറിൽ പിടിക്കുക. എന്നിട്ട് ഫ്രണ്ടിലോട്ട് നമുക്കിതിൽ വണ്ടി ഫ്രണ്ടിലോട്ട് ഉരുണ്ടു പോകും എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ഇത് ലിഫ്റ്റ് ആവുന്ന ആ ഒരു ടൈമിൽ ബ്രേക്കും കൂടെ പിടിച്ചാൽ നമ്മുടെ കൈ തന്നെ ഒതുങ്ങും. അതായത് ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ നിൽക്കുക. ബാക്കിലത്തെ ഈ ഒരു ഹാൻഡിൽ ബാറിലും ഇവിടെയും കൂടെ പിടിച്ച് വണ്ടി ഫ്രണ്ടിലോട്ടൊന്ന് തള്ളുക. എന്നിട്ട് ബ്രേക്ക് പിടിച്ചാൽ മതി. അത് പിന്നെ ഫ്രണ്ടിലോട്ട് മൂവ് ആവുന്നുള്ളൊരു പേടി വേണ്ട. ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് ഇടുകയും എടുക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരയ്ക്കും ബൈ.